നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. നോക്കാം തലക്കെട്ടുകൾ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യമില്ല. 70 മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് കെജ്രിവാൾ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരുടെ പേര് പുറത്തുവിടണം. മുഖ്യമന്ത്രിക്ക് കത്തയച്ച് പ്രതിപക്ഷ നേതാവ്. CAG റിപ്പോർട്ട് കിട്ടിയിട്ടും നടപടിയെടുക്കാത്തത് അത്ഭുതകരമെന്ന് VD സതീശൻ. CPM-ലെ പ്രാദേശിക വിഭാഗീയത പൊട്ടിത്തെറിയിലേക്ക്. കൊല്ലത്തിനും പാലക്കാടിനും പിന്നാലെ പത്തനംതിട്ടയിലും തർക്കം. സമവായ ശ്രമവുമായി MV ഗോവിന്ദൻ പത്തനംതിട്ടയിൽ. കൊല്ലം കുലശേഖരപുരത്ത് ലോക്കൽ സെക്രട്ടറി രാജിവെച്ചു. G സുധാകരനെ കണ്ട് KC വേണുഗോപാൽ. രാഷ്ട്രീയമില്ലെന്ന് KC. സന്ദർശനം ആരോഗ്യ വിവരം അന്വേഷിക്കാനെന്ന് സുധാകരൻ. ഞാൻ സൂവില്ല കിടന്നപ്പോൾ ലാസ്റ്റ് വന്നിരുന്നു. അതിനുശേഷം എൻ്റെ ഇത് നോക്കാൻ വേണ്ടി എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, അതിനുവേണ്ടി വന്നതാണ്. സുധാകരന് BJP-യിലേക്ക് സ്വാഗതമെന്ന് K സുരേന്ദ്രൻ. മാധ്യമങ്ങൾക്കെതിരെ വീണ്ടും ഭീഷണിയുമായി K സുരേന്ദ്രൻ. BJP-ക്കെതിരെ വാർത്ത കൊടുത്താൽ ഓഫീസിലേക്ക് വരുമെന്ന് വിരട്ടൽ. നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും, ചോദിക്കാൻ തന്നെയാണ്. കള്ള വാർത്തകൾ, പ്ലാൻ ചെയ്ത വാർത്തകൾ കൊടുത്താൽ ആ പത്രത്തിന്റെ ഓഫീസിൽ നേരെ വന്ന് ഞങ്ങൾ ചോദിക്കും. ഫിൻചാൽ എഫക്ട് കേരളത്തിലും ഉണ്ടാകും. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കണ്ണൂർ വരെ നാളെ റെഡ് അലർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വിശദമായി കടക്കുമ്പോൾ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരുടെ പേര് വിവരം പുറത്തുവിടണമെന്ന് പ്രതിപക്ഷം. 2 വർഷം മുമ്പ് CAG റിപ്പോർട്ട് കിട്ടിയിട്ടും സർക്കാർ നടപടി സ്വീകരിക്കാത്തത് അത്ഭുതകരമെന്ന് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാട്ടി. CAG റിപ്പോർട്ടിൽ തുടർ നടപടി ഉണ്ടായില്ലെന്ന വാർത്ത News 18 ആണ് പുറത്തു കൊണ്ടുവന്നത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ സംഭവത്തിൽ സർക്കാർ വലിയ അന്വേഷണങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷം കടുത്ത രാഷ്ട്രീയ നീക്കത്തിന് ഒരുങ്ങുന്നു എന്ന സൂചന കൂടിയല്ലേ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നത്? സജിത്ത്, ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇങ്ങനെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അത് അനർഹ കൈപ്പറ്റുന്നുണ്ട് എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പരിശോധന നടന്നത്. അങ്ങനെ 1458 ഉന്നത ഉദ്യോഗസ്ഥർ വരെ, സർക്കാർ ഉദ്യോഗസ്ഥർ വരെ ഇത് കൈപ്പറ്റുന്നുണ്ട് എന്ന കൃത്യമായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തു. പക്ഷേ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതിന് ഔദ്യോഗികമായി ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം ലഭ്യമാകുന്ന വിശദീകരണം, ഇത്രയധികം ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടാൽ മാധ്യമങ്ങൾ അത്രയും പേരുകൾ ഒരുമിച്ച് നൽകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ മുഴുവൻ പേരുകളും ഒരുമിച്ച് കൊടുക്കണം, ഇല്ല എങ്കിൽ ആരുടെയും കൊടുക്കാൻ പാടില്ല എന്നൊരു നിലപാടാണ്. അതിനപ്പുറത്തേക്ക് അതിൽ കൃത്യമായൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. കാരണം സംഘടനാ ജീവനക്കാരടക്കം അല്ലെങ്കിൽ സംഘടനാ നേതാക്കളടക്കം, സർക്കാർ സംഘടനാ നേതാക്കളടക്കം ഇക്കാര്യങ്ങളിൽ പരസ്യമായി ഈ നീക്കത്തെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും രഹസ്യമായി ചില അമർഷങ്ങൾ ഉണ്ട് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് കത്തയച്ചിരിക്കുന്നത്. ഈ കത്തിൽ 2 കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. ഒന്ന്, ഈ 1458 സർക്കാർ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ, ആരൊക്കെയാണ് ഈ ഉദ്യോഗസ്ഥർ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണം. 2, ഇതുമായി ബന്ധപ്പെട്ട് 2 വർഷം മുമ്പ് CAG റിപ്പോർട്ട് വന്നിരുന്നു. അതിൽ കൃത്യമായി പരാമർശമുണ്ടായിരുന്നു. 9000-ലധികം ഉദ്യോഗസ്ഥർ സമാനമായ തരത്തിൽ അനർഹമായി ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന്. അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം. 39 കോടി രൂപയുടെ നഷ്ടം സർക്കാർ ഖജനാവിന് ഉണ്ടായിട്ടുണ്ട് എന്ന വിശദമായ കണ്ടെത്തൽ കൂടി CAG-യുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമ്മളടക്കം കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തുവിട്ടതുമാണ്. അതിന് പിന്നാലെയാണ് അതിനെക്കുറിച്ച് കൂടി വിശദമായ ഒരു അന്വേഷണം നടത്താൻ എന്തുകൊണ്ട് സർക്കാർ അപ്പോൾ തയ്യാറായില്ല എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കത്തയച്ചിരിക്കുന്നത്. പ്രതിപക്ഷം കടുത്ത നീക്കത്തിനാണ്. എന്തുകൊണ്ട് സർക്കാർ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. രേഖാമൂലം തന്നെ ഈ ആവശ്യം, പേര് വിവരങ്ങൾ പുറത്തുവിടണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. കൊടികുത്തുന്ന വിഭാഗീയത.
കരുനാഗപ്പള്ളിക്ക് പുറമെ തിരുവല്ലയിലെ വിഭാഗീയത CPM നേതൃത്വത്തിന് തലവേദനയാകുന്നു. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം വിഭാഗീയതയെ തുടർന്ന് 2 തവണ നിർത്തിവെച്ചതും കയ്യാങ്കളിയിലേക്ക് എത്തിയതുമാണ് നേതൃത്വത്തിന് മുന്നിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പത്തനംതിട്ടയിൽ എത്തുന്നുമുണ്ട്. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശമാണ് വലിയ വിവാദങ്ങൾക്ക് ഇടവച്ചത്. മുൻ ലോക്കൽ സെക്രട്ടറിയായ CC സജിമോനെതിരെ നടപടിയെടുത്തതിന്റെ പ്രതികാരമെന്നോണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. ഈ പരാമർശമാണ് തർക്കങ്ങൾക്കും ഒടുവിൽ കയ്യാങ്കളി വരെയും എത്തിച്ചത്. സജിമോനെതിരെ നടപടിയെടുത്തതിന്റെ പേരിൽ മുൻ ഏരിയ സെക്രട്ടറിയും ഒരു വിഭാഗം നേതാക്കളും സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു എന്ന ഗുരുതരമായ പരാമർശങ്ങളും സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. പാർട്ടിക്കും നേതൃത്വത്തിനും പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വിഭാഗീയത ഉയർന്നതോടെ 2 തവണ സമ്മേളനം നിർത്തിവെച്ചു. കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതാക്കൾ ഉൾപ്പെട്ട സമവായ നീക്കങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തിരുവല്ല CPMലെ രൂക്ഷമായ വിഭാഗീയതയിൽ പരുമല ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ ബ്രാഞ്ച് സെക്രട്ടറിമാരും കഴിഞ്ഞ ദിവസം കൂട്ടരാജിവെച്ചു. ഈ സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരത്തിനായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് എത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. CPMന് തലവേദനയായി തെരുവിലേക്കും പരസ്യ പ്രതികരണങ്ങളിലേക്കും നീളുന്ന പ്രാദേശിക വിഭാഗീയത. ദീർഘകാല തർക്കങ്ങൾ പോലും പരിഹരിക്കാതെ വിഷയം വഷളാക്കിയതിൽ ജില്ലാ സംസ്ഥാന നേതൃത്വത്തെയും അണികൾ പ്രതിക്കൂട്ടിലാക്കുന്നു. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെ സ്ഥാനമൊഴിയുന്നതായി കാണിച്ച് കുലശേഖരപുരം സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി B കൃഷ്ണകുമാർ തൻ്റെ പാർട്ടി ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യുന്നതായി പാർട്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിച്ചു. CA2 VS പക്ഷപ്പോരും VS പിണറായി പക്ഷപ്പോരും കടന്നു വന്ന പാർട്ടിയാണ് CPM. എന്നാൽ അന്നത്തെ വിഭാഗീയതയും ഇന്നത്തെ വിഭാഗീയതയും തമ്മിൽ സാമ്യമേതുമില്ല. ആശയതർക്കങ്ങൾ മുൻനിർത്തിയുള്ള അധികാരം പിടിക്കലായിരുന്നു അന്നത്തെ രീതി. ഇപ്പോൾ ആശയതർക്കങ്ങളില്ല, അധികാര തർക്കങ്ങൾ മാത്രം. സംസ്ഥാന രൂപമില്ലാത്ത പ്രാദേശിക വിഭാഗീയത. അണികൾ തമ്മിലുള്ള പോര് തെരുവിലെത്തി. നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള യുവ നേതാവ് BJPയിലേക്ക് പോയി. ഇപ്പോൾ കൈവിട്ടുപോയത് കഴിഞ്ഞ കുറേ കാലങ്ങളായി പുകയുന്ന തർക്കങ്ങളാണ്. ഇതൊക്കെ നടക്കുമ്പോഴും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം ഇങ്ങനെ: യഥാർത്ഥത്തിൽ പാർട്ടി കറക്ഷന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് അവിടെയുണ്ടായ പ്രാദേശികമായ ചില പ്രശ്നങ്ങളാണ്. അതിലെ വേറെ ഒരു വിഭാഗീയത നേരിട്ട് കാണാനില്ല. പാർട്ടിക്ക് യോജിക്കുന്ന നിലയല്ല സ്വീകരിക്കുന്നത്. അങ്ങനെ വരുന്ന ഏത് പ്രവണതയെയും പാർട്ടി ഒരു തരത്തിലും വെച്ച് പൊറിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കില്ല. ഒറ്റപ്പെട്ട സംഭവമാണ്. അഡ്ഹോ കമ്മിറ്റിയാണ് കൃത്യമായിട്ട് അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഗൗരവപൂർവ്വം പരിശോധിച്ച് ആവശ്യമായ റിപ്പോർട്ട് നൽകി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട അഡ്ഹോ കമ്മിറ്റിക്ക് ചുമതല നൽകി. പക്ഷേ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. കുലശേഖരപുരം സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചുമതല ഒഴിയുന്ന വിവരം പാർട്ടി വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ പരസ്യമാക്കി. ഗ്യാലറിയിലിരുന്ന് കളി പ്രോത്സാഹിപ്പിച്ച നേതൃത്വത്തെ കണക്കിന് പരിഹസിക്കുന്നതാണ് B കൃഷ്ണകുമാറിന്റെ കുറിപ്പ്. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ജില്ലയിലെ 2 പ്രധാന നേതാക്കളാണ് ഇരുപക്ഷത്തിനും പിന്നിലെന്നും ജില്ലാ സെക്രട്ടറി ഇതിൽ ഒരു പക്ഷത്തിനൊപ്പം നിൽക്കുന്നുവെന്നും അണികൾക്കിടയിൽ ആരോപണമുണ്ട്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര ലോക്കൽ സമ്മേളനം നടത്തിയതും സമാന്തര ഓഫീസ് തുറന്നതുമടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിഭാഗീയ തർക്കങ്ങൾ നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ്. യഥാസമയം തർക്കങ്ങൾ പരിഹരിക്കാതെ പ്രശ്നങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്ന സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഒരു വിഭാഗം അണികൾ വിമർശനമുന്നയിക്കുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. മുതിർന്ന CPM നേതാവ് G സുധാകരനെ ആലപ്പുഴയിലെ വീട്ടിലെത്തി സന്ദർശിച്ച് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ഇന്നു രാവിലെയാണ് സുധാകരനെ കാണാൻ KC എത്തിയത്. തനിക്ക് KC വേണുഗോപാലുമായി ദീർഘകാലത്തെ സൗഹൃദമുണ്ടെന്ന് G സുധാകരൻ പിന്നീട് വ്യക്തമാക്കി. തൻ്റെ ആരോഗ്യ വിവരങ്ങൾ അറിയാനാണ് KC വേണുഗോപാൽ എത്തിയത്. തനിക്ക് പാർട്ടിയിൽ യാതൊരുവിധ അതൃപ്തിയില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി. ഞാൻ സുഖമില്ല കിടന്നപ്പോൾ ഞാൻ ലാസ്റ്റ് വന്നിരുന്നു. അതിനുശേഷം എൻ്റെ ഇത് നോക്കാൻ വേണ്ടി എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, അതിനുവേണ്ടി വന്നതാണ്. ഞങ്ങൾ എത്രയോ കാലം അസംബ്ലിയിലേക്ക് ഒരുമിച്ചുണ്ടായത്. അതിനെന്താ പ്രശ്നം? അതിനിടെ G സുധാകരനടക്കം CPMൽ നിന്ന് ആർക്കും BJPയിലേക്ക് വരാമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. CPMലെ അതൃപ്തരായ മറ്റുള്ളവരെയും സ്വാഗതം ചെയ്യുന്നതായി സുരേന്ദ്രൻ പറഞ്ഞു. സ്വാഭാവികമായും ബംഗാളിൽ സംഭവിച്ചതുപോലെ ത്രിപുരയിൽ സംഭവിച്ചതുപോലെ ആ ഒഴുക്ക് ഇങ്ങോട്ട് തന്നെ ആയിരിക്കും, ഒരു സംശയമില്ല. ഞങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സാധാരണ അണികൾ മുഴുവൻ
BJPയെ മാത്രമാണ് അവരൊരു അവസാന തുരുത്തായിട്ട് ഇപ്പം കാണുന്നത്. വൈകാതെ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കും. ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയുടെ ക്യാമ്പയിൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പിന്മാറി CPM നേതാവ് G. സുധാകരൻ. ദൃശ്യമാധ്യമങ്ങളെ ഉൾപ്പെടെ വിളിച്ചുവരുത്തി പരിപാടി നടത്താൻ ശ്രമിച്ചതിന് പിന്നിൽ അസ്വാഭാവികത തോന്നിയതിനാലാണ് പരിപാടി ഉപേക്ഷിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ലീഗിന്റെ ജില്ലാ നേതാക്കളടക്കം സുധാകരന്റെ വീട്ടിൽ എത്തിയെങ്കിലും അവരെ അദ്ദേഹം മടക്കി അയച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയാണ് G. സുധാകരൻ അവസാന നിമിഷം വേണ്ടെന്ന് വെച്ചത്. ഒരു വർഷം മുമ്പ് ചന്ദ്രിക ദിനപത്രത്തിന്റെ ക്യാമ്പയിനിൽ G. സുധാകരൻ പങ്കെടുത്തിരുന്നു. പത്രത്തിന്റെ വരിക്കാരനാവുകയും ചെയ്തു. ഇത്തവണയും സുധാകരനെ ചന്ദ്രിക സമീപിക്കുകയായിരുന്നു. മുസ്ലിം ലീഗ് അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പത്രത്തിന്റെ പ്രവർത്തകർക്കൊപ്പം ലീഗ് ജില്ലാ പ്രസിഡന്റ് AM നസീർ ഉൾപ്പെടെയുള്ളവരും സുധാകരന്റെ വീട്ടിലെത്തി. എന്നാൽ പുറത്തെ ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ നീണ്ട നിര കണ്ട് അദ്ദേഹം എത്തിയവരെ മടക്കി അയക്കുകയായിരുന്നു. G. സുധാകരന്റെ രാഷ്ട്രീയം കണക്കിലെടുത്തല്ല അമ്പലപ്പുഴയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഉദ്ഘാടകനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതെന്നാണ് ലീഗ് നേതാക്കൾ പറഞ്ഞത്. കാണുന്ന കേവലം ഒരു പാർട്ടി നേതാവെന്ന നിലക്കല്ല, CPMന്റെ നേതാവെന്ന നിലക്കല്ല. അദ്ദേഹം MLA ആയിരിക്കുമ്പോഴും മന്ത്രിയായിരിക്കുമ്പോഴും ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ചന്ദ്രികയുടെ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം ആദ്യമായിട്ടല്ല ഞങ്ങൾ സംഘടിപ്പിച്ചതിന് മുമ്പും കഴിഞ്ഞ വർഷവും അദ്ദേഹം തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഒരു പൊതുകാര്യ പ്രസക്തനെന്ന നിലക്കും പൊതുവെ അമ്പലപ്പുഴയുടെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലക്കും ചന്ദ്രികയുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന പഴയകാല ബന്ധമെല്ലാം മുൻനിർത്തിയുമാണ് നമ്മൾ അങ്ങനെ ഒരു സെലക്ഷൻ നടത്തിയത്. അതേസമയം തലേദിവസം തന്നെ ചന്ദ്രികാ ദിനപത്രത്തിന്റെ ഓഫീസിൽ നിന്നും ക്യാമ്പയിൻ ഉദ്ഘാടനത്തിന് G. സുധാകരനാണ് പങ്കെടുക്കുന്നതെന്ന് അറിയിച്ചിരുന്നു. ഇതിനു മുൻപുള്ള ക്യാമ്പയിനിൽ ഇത്തരമൊരു അറിയിപ്പ് മാധ്യമപ്രവർത്തകർക്കുണ്ടാകാത്തതും ശ്രദ്ധേയമാണ്. G. സുധാകരനെ CPM ഒഴിവാക്കുന്നുവെന്ന മാധ്യമ വാർത്തകൾ നിലനിൽക്കുന്നതിനിടയിൽ മനഃപൂർവ്വം വിവാദം സൃഷ്ടിക്കാനുള്ള നീക്കമാണോ എന്ന സംശയവും ഉയർന്നിരുന്നുവെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. പുതിയ വിവാദങ്ങൾക്ക് ആഗ്രഹമില്ലെന്ന നിലപാടിലാണ് പരിപാടി ഉപേക്ഷിച്ചതെന്നാണ് അദ്ദേഹം ന്യൂസ് 18 ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത്. ന്യൂസ് 18 ആലപ്പുഴ. മാധ്യമങ്ങൾക്കെതിരെ വീണ്ടും K. സുരേന്ദ്രന്റെ ഭീഷണി. BJPക്കെതിരെ ഇനിയും വാർത്ത കൊടുത്താൽ ഓഫീസിൽ വരുമെന്നാണ് സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കഴിഞ്ഞ ദിവസം നിങ്ങളെ ഉജ്ജ്വലമായിട്ടുള്ള മാധ്യമപ്രവർത്തകർ അയച്ചു കൊടുത്ത സാധനമാണിത്. എല്ലാ ശിങ്കടികൾക്കും കിട്ടിയിട്ടില്ലേ? നിങ്ങൾക്കെല്ലാം കിട്ടിയില്ലേ? നിലവിൽ ചർച്ച സംഘടനാ തിരഞ്ഞെടുപ്പുമായി അങ്ങനെ വലിയ പറഞ്ഞു ഒരു സാധനം നിങ്ങൾ ഇതിനെയൊക്കെ എന്ത് മര്യാദയാണ് നിങ്ങൾ കാണിക്കുന്നത്? എന്നിട്ട് ഞാൻ മറുപടി പറയണതാണ്. നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും, ചോദിക്കാൻ തന്നെയാണ്. കള്ള വാർത്തകൾ, പ്ലാൻ ചെയ്ത വാർത്തകൾ കൊടുത്താൽ ആ പത്രത്തിൻ്റെ ഓഫീസിൽ നേരെ വന്ന് ഞങ്ങൾ ചോദിക്കും. ഞങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം വയനാട്ടിലെത്തിയ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡല പര്യടനം തുടരുകയാണ്. രാത്രി യാത്രാ നിരോധനം ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുമെന്നും മാനന്തവാടിയിലെ സ്വീകരണ യോഗത്തിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. കൽപ്പറ്റയിലെയും സുൽത്താൻ ബത്തേരിയിലെയും സ്വീകരണ യോഗങ്ങളിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. പര്യടനം പൂർത്തിയാക്കി പ്രിയങ്ക ഇന്ന് വൈകിട്ട് തന്നെ ഡൽഹിക്ക് മടങ്ങും. You have the long-standing issue of the night ban and the long-standing issue of the medical college, both of which we need to fight for, and we need to understand how together we can resolve the night ban issue. The issues that we need to tackle. At the same time, I really believe that if we strengthen tourism here and we do all we can to show the world what a beautiful place this is, then a lot of your livelihoods will be supplemented and you will have better employment possibilities. ആലപ്പുഴയിലെ നവജാത ശിശുവിൻ്റെ വൈകല്യം തിരിച്ചറിയാൻ വീഴ്ച പറ്റിയ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി. വീഴ്ച വരുത്തിയവർക്കെതിരെയെല്ലാം നടപടിയെടുക്കും. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സൗകര്യമില്ലാത്തത് പ്രശ്നമായില്ല. എന്നാൽ ചില ഡോക്ടർമാർ ടെസ്റ്റ് നടത്താൻ സന്നദ്ധമാകാത്തത് പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്ന് വീണ ജോർജ് പറഞ്ഞു. ജനറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദഗ്ധർ ഉൾപ്പെടെ, അതുപോലെ ശിശുരോഗ വിദഗ്ധർ ഉൾപ്പെടെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടീമാണ് അതിന് രൂപീകരിച്ചത്. അവരുടെ അന്വേഷണം ആരംഭിച്ചിരുന്നു. 2 സ്കാനിംഗ് സെന്ററുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ഒരു സ്കാനിംഗ് സെന്ററിൽ ഉണ്ടായിരുന്നവരുടെ യോഗ്യത സംബന്ധിച്ചിട്ടുള്ള, രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലും പിഴവുണ്ടെന്ന് കണ്ടെത്തി. അപ്പോൾ ഇങ്ങനെയുള്ള കുറ്റങ്ങളെല്ലാം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമപരമായി തന്നെ എല്ലാ നടപടികളും പൂർത്തിയാക്കിക്കൊണ്ട് അതിൽ സ്കാനിംഗ് മെഷീനുകൾ,
പൂട്ടി സീൽ ചെയ്തു, സെന്റർ പൂട്ടി സീൽ ചെയ്തു. അതിന്റെ മഹസർ ഉൾപ്പെടെ തയ്യാറാക്കി അതിന്റെ കൈമാറിക്കൊണ്ടാണ് ഇന്നലെ ഈ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഗവർണർക്കെതിരെ വിമർശനവുമായി മന്ത്രി ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഉയർച്ചയ്ക്ക് ഗവർണർ ചെറുവിരൽ അനക്കിയിട്ടില്ല. ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ ഇടപെടലുകൾ ജനാധിപത്യ വിരുദ്ധമെന്നും സ്വേച്ഛാധിപത്യ നിലപാടെന്നും മന്ത്രി വിമർശനമുന്നയിച്ചു. സംഘപരിവാർ അജണ്ടകൾക്ക് ചൂട്ടുപിടിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത്. സർവകലാശാലകളുടെ പ്രവർത്തനം പിന്നോട്ടടിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നും ആർ ബിന്ദു പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ ജനാധിപത്യപരമായ രീതികൾക്ക് വിരുദ്ധമായ ഒന്നാണ്. അദ്ദേഹം വളരെ സ്വേച്ഛാധിപത്യപരമായിട്ടാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ മികവാർന്ന പ്രവർത്തനങ്ങളെ പുറകോട്ടടിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിൻജാൽ എഫക്റ്റ് കേരളത്തിലേക്ക്. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. മലപ്പുറം മുതൽ കണ്ണൂർ വരെ ജില്ലകളിൽ നാളെ റെഡ് അലേർട്ടാണ്. ഐഷത്തുൽ ഷംന ചേരുന്നു. ഷംന, ഈ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം തന്നെയാണോ കേരളത്തിലും കനത്ത മഴയ്ക്ക് ഇടവെക്കുന്നത്? തീർച്ചയായും സജിത്, തമിഴ്നാട് ആന്ധ്രയ്ക്കും പുറമെ കേരളത്തിൽ കൂടി ഫിൻജാൽ എഫക്റ്റ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും, മുഴുവൻ ജില്ലകളിലും ഇന്ന് മുന്നറിയിപ്പുകളുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ഒപ്പം തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. നാളെ മഴയുടെ ശക്തി കൂടും, അതിതീവ്ര മഴയായിരിക്കുമെന്ന് കൂടി മുന്നറിയിപ്പുണ്ട്. നാളെ വടക്കൻ കേരളത്തിൽ റെഡ് അലേർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകൾക്ക് നാളെ റെഡ് അലേർട്ട് ഉണ്ട്. ഒപ്പം തന്നെ വരും ദിവസങ്ങളിലും ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഈ ഫിൻജാൽ എഫക്റ്റ് തന്നെയാണ് അതിന് കാരണം. നേരത്തെ തന്നെ ഫിൻജാൽ തൊട്ടാൽ അത് സംസ്ഥാന വ്യാപകമായി കൂടി മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പിലുമുള്ളത്. നാളെ കഴിഞ്ഞ് ഡിസംബർ 4-ാം തീയതി വരെ ശക്തമായ മഴയായിരിക്കുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. സജിത്, യെസ്, കേരളത്തിലും ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പ് എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഇന്നലെ രാത്രി കരതൊട്ട ഫിൻജാൽ ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും വ്യാപക നാശം. പുതുച്ചേരിയിൽ റെക്കോർഡ് മഴയാണ് പെയ്യുന്നത്. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രയുടെ തെക്കൻ തീരങ്ങളിലും മിന്നൽ പ്രളയം മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര ന്യൂനമർദ്ദം രാത്രി വരെ തുടരാനാണ് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫിൻജാൽ ചുഴലിക്കാറ്റ് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പുതുച്ചേരിക്കും മഹാബലിപുരത്തിനുമിടയിൽ കരതൊട്ടത്. തുടർന്ന് ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി. തമിഴ്നാടിന്റെ തെക്കു പടിഞ്ഞാറ് തീരങ്ങളിലൂടെ ന്യൂനമർദ്ദം ആന്ധ്രയുടെ തെക്കൻ തീരത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ 7 കിലോമീറ്റർ എന്നതാണ് കാറ്റിന്റെ വേഗത. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ പെയ്യുകയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് മൂലം ജനജീവിതം ദുഷ്കരമായി. റെക്കോർഡ് മഴയാണ് പുതുച്ചേരിയിൽ പെയ്തത്. 24 മണിക്കൂറിനിടെ 48.37 സെന്റിമീറ്റർ മഴ പെയ്തു. നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി. വീഴുപുരം, കല്ലാക്കുറിച്ചി, കടലൂർ ജില്ലകളിൽ റെഡ് അലേർട്ടും മറ്റ് 13 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴക്കെടുതിയിൽ 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വൈദ്യുതാഘാതമേറ്റാണ് 4 മരണങ്ങളും സംഭവിച്ചത്. ചുഴലിക്കാറ്റ് കരതൊടുന്നതിന് മുമ്പായി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നു. മരങ്ങൾ കടപുഴകി വീണു. കനത്ത മഴയെ തുടർന്ന് അടച്ചിട്ട ചെന്നൈ വിമാനത്താവളം പുലർച്ചെ 4 മണിയോടെ തുറന്നു. 227 വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. ട്രെയിൻ ഗതാഗതവും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ദുരന്ത നിവാരണ സേനയ്ക്ക് പുറമെ ചെന്നൈ ഗാരിസൺ ബറ്റാലിയനിലെ സൈന്യവും രംഗത്തുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശരണമന്ത്ര മുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഫിൻജാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞതോടെ ശബരിമലയിൽ തിരക്കൊഴിഞ്ഞു. സന്നിധാനത്തും രാവിലെ മുതൽ ഇടവിട്ട് കനത്ത മഴ പെയ്യുകയാണ്. ദർശനത്തിന് മുൻകൂട്ടി ബുക്ക് ചെയ്ത തീർത്ഥാടകർ സമയക്രമം കൃത്യമായി പാലിക്കണമെന്ന് ദേവസ്വം ബോർഡും പോലീസും അറിയിച്ചു.
കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറിൽ ശരാശരി 4500ഓളം തീർത്ഥാടകരാണ് 18-ാം പടി ചവിട്ടിയിരുന്നെങ്കിൽ ഇന്ന് രാവിലെ മുതൽ അത് 2000-നും 2500-നും ഇടയ്ക്കാണ്. മഴയെ തുടർന്ന് തീർത്ഥാടകർ പമ്പയിൽ നിന്നും യാത്ര തുടങ്ങാൻ വൈകുന്നതും സന്നിധാനത്ത് തിരക്ക് കുറച്ചു. മുൻകൂട്ടി ദർശനത്തിന് ബുക്ക് ചെയ്ത ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള ഒട്ടേറെ തീർത്ഥാടകരും ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതേസമയം ദർശനത്തിന് ബുക്ക് ചെയ്തവർ സമയക്രമം പാലിക്കണമെന്നും അതല്ലെങ്കിൽ പിന്നീട് ബുക്ക് ചെയ്തവരുടെ ഊഴം കഴിഞ്ഞ് സന്നിധാനത്തേക്ക് എത്താൻ കഴിയുമെന്നുമാണ് ADGP S. രജിത് പറയുന്നത്. ഇപ്പോൾ 2 കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൃത്യസമയം പാലിക്കാതെയാണ് പലപ്പോഴും വെർച്വൽ ക്യൂ പാസ് എടുത്തിട്ട് വരുന്നത്. അത് ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇതുവരെ ഞങ്ങൾ മാനേജ് ചെയ്തു. പക്ഷേ ഇനി അത് തുറന്നങ്ങനെ ഒരുപാട് അനുവദിക്കാൻ ബുദ്ധിമുട്ട് വരും. അതായത് അവർ ഈ ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് വെർച്വൽ ക്യൂ പാസ് എടുക്കുകയും ഏതെങ്കിലും ഒരു ദിവസം വരികയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളവർ അഥവാ അങ്ങനെ വരേണ്ടി വന്നാൽ അവർ ഇവിടുത്തെ ഷെഡ്യൂൾഡായിട്ട് വരുന്ന ആൾക്കാരുടെ തിരക്കൊഴിയുന്നവരെ അവർ നിലയ്ക്കൽ കാത്തു നിൽക്കേണ്ടി വരും. നിലയ്ക്കലോ എരുമേലിയിലോ ഒരു വെയിറ്റ് ചെയ്യേണ്ടി വരും. ഫിൻജൻ ചുഴലിക്കാറ്റിനെ തുടർന്ന് വരാൻ കഴിയാത്ത തീർത്ഥാടകർ അടുത്ത ദിവസങ്ങളിൽ വരുമ്പോൾ അത് വലിയ തിരക്കിന് വഴിയൊരുക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഈ സാഹചര്യത്തിൽ അത് നേരിടാനുള്ള മുന്നൊരുക്കങ്ങളും ദേവസ്വം ബോർഡ് നടത്തുന്നുണ്ട്. കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ചില ക്രമീകരണങ്ങൾ ഞങ്ങൾ ആലോചിക്കും. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ ആലോചിക്കും. നാളെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ആ ബോർഡ് മീറ്റിങ്ങിൽ വെച്ച് തന്നെ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ വിചാരിക്കും. നമ്മൾ ക്രമീകരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ആലോചിക്കും. അവധി ദിവസങ്ങളിൽ വലിയ തിരക്കുണ്ടാകുമെന്ന് കരുതിയ സാഹചര്യത്തിലാണ് മഴയും മറ്റ് പ്രതികൂല കാലാവസ്ഥയും തീർത്ഥാടകരുടെ വരവിന് തടസ്സം തീർത്തിരിക്കുന്നത്. മഴ തുടരുകയാണെങ്കിൽ സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ വരവിനെ മാത്രമല്ല സന്നിധാനത്തെത്തിയ തീർത്ഥാടകരെയും അത് ബാധിക്കും. ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യമുണ്ടാവില്ല. 70 മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും. ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളാണ് പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഇരു പാർട്ടികളും സഖ്യമായി മത്സരിച്ചിരുന്നെങ്കിലും ഒറ്റ സീറ്റിലും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. ഫെബ്രുവരി മാസത്തിലായിരിക്കും ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. दिल्ली में कोई गठबंधन नहीं होगा. अगर हिम्मत है तो उन गैंगस्टर्स को गिरफ्तार करके दिखाइए. दिल्ली के अंदर जो मर्डर कर रहे हैं उनको गिरफ्तार कीजिए. दिल्ली के अंदर जो बलात्कार कर रहे हैं, अपराधी घूम रहे हैं, उनको गिरफ्तार कीजिए. मेरे ऊपर हमला कराने से, मेरे MLA को गिरफ्तार करने से क्या दिल्ली की महिलाएं सुरक्षित हो जाएंगी? BJPക്കും ഏക്നാഥ് ഷിൻഡെയ്ക്കും എതിരെ കോൺഗ്രസ് MP പ്രമോദ് തിവാരി മഹായുതിയുടേത് വഞ്ചനയുടെ രാഷ്ട്രീയമാണ്. തൻ്റെ രാഷ്ട്രീയ ഗുരുവിൻ്റെ കുടുംബത്തെ വഞ്ചിച്ചാണ് ഷിൻഡെ മുഖ്യമന്ത്രിയായത്. ഇപ്പോൾ ഉപയോഗശേഷം BJP ഷിൻഡെയെ വലിച്ചെറിഞ്ഞെന്നും പ്രമോദ് തിവാരി പറഞ്ഞു. കൊച്ചിയിൽ വൻ തീപിടുത്തം. കൊച്ചി നഗരത്തെ ആശങ്കയിലാക്കി സൗത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപവും നെടുമ്പാശ്ശേരിയിലും വൻ തീപിടുത്തം. റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള ആക്രി ഗോഡൌണിലുണ്ടായ തീപിടുത്തത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതോടെ തീ റെയിൽവേ ട്രാക്കിന് സമീപത്തേക്കും പടരുകയായിരുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള ഗതാഗതം 2 മണിക്കൂർ നിർത്തിവെച്ചെങ്കിലും പിന്നീട് പുനഃസ്ഥാപിച്ചു. ഗോഡൌണിൽ ഉണ്ടായിരുന്ന തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത് വൻ ദുരന്തം ഒഴിവാക്കി. പുലർച്ചെ 2 മണിയോടെയാണ് ആക്രി ഗോഡൌണിന് തീ പിടിച്ചത്. വനിതാ ഹോസ്റ്റൽ, അപ്പാർട്ട്മെന്റുകൾ, വീടുകൾ തുടങ്ങിയവയ്ക്ക് സമീപമായിരുന്നു ആക്രി ഗോഡൌൺ. തീ ആളിപ്പടർന്നതോടെ ഗോഡൌണിൽ ഉണ്ടായിരുന്ന 12 സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. തൊട്ടടുത്തുള്ള ലോഡ്ജിലേക്കും കടകളിലേക്കും റെയിൽവേ ട്രാക്കിലേക്കും തീ പടരുന്ന സ്ഥിതിയായി. ഇത് ആശങ്ക കൂട്ടി. ഞാൻ ബാത്റൂമിൽ പോയി വന്ന് കിടന്നു കഴിഞ്ഞ് ലൈറ്റ് പോയി വന്നു കഴിഞ്ഞപ്പോൾ മകൻ പറഞ്ഞു, പെട്ടെന്നൊരു ശബ്ദം കേട്ടു മകന്. അപ്പം ഈ വണ്ടി പോണ കാരണം ഈ വണ്ടി വല്ലതും തട്ടിയിട്ടതാണോ വെച്ചിട്ടാണെങ്കിലും നോക്കിയത്. അപ്പം അപ്പുറത്തുനിന്ന് തീ കാണുക. അപ്പോൾ അവർ രാത്രി ശബ്ദം കേട്ടിട്ട് എഴുന്നേൽക്കുമ്പോഴാണ് കത്തിപ്പിടിച്ച് കാണുന്നത്. ഇവിടെ തൊഴിലാളികൾ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും തൊഴിലാളികളൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. അവരെ അതുകൊണ്ട് ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. ഇതോടെ ലോഡ്ജിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കുകയും ചെയ്തു.
ഗോഡൌണിൽ ഉണ്ടായിരുന്ന തൊഴിലാളികളെ പെട്ടെന്ന് പുറത്തിറക്കാനായതും അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള 15 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. പൂർണ്ണമായിട്ടും നമുക്ക് അപകട നില മാറ്റിയിട്ടുണ്ട്. കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഉറപ്പായിട്ടുള്ളത്. 15 യൂണിറ്റാണ് ആകെ 10 സ്റ്റേഷനായിട്ട് വേണ്ടി വന്നത്. 65-ലധികം ജീവനക്കാർ വർക്ക് ചെയ്ത് 4.5 മണിക്കൂർ വർക്ക് ചെയ്യുന്നത്. ഗോഡൌണിന് തീ ാണ് ഉടമയുടെ വാദം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമുള്ള ആപ്പിൾ റെസിഡൻസിയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു കാർ പൂർണ്ണമായും 3 കാറുകളും ബൈക്കുകളും ഭാഗികമായും കത്തിനശിച്ചു. റെസിഡൻസിയിലെ മുറികളിൽ കുടുങ്ങിയ പെൺകുട്ടിയെ ഹോട്ടലിലെ വൈദ്യുതി പൂർണ്ണമായി വിച്ഛേദിച്ച് ഏണി ഉപയോഗിച്ചാണ് രക്ഷപ്പെടുത്തിയത്. ന്യൂസ് 18 കൊച്ചി. നിരാഹാര സമരം 50-ാം ദിവസത്തിൽ. വഖഫ് ഭൂമി പ്രശ്നത്തിൽ മുനമ്പം നിവാസികൾ നടത്തുന്ന നിരാഹാര സമരം 50-ാം ദിവസത്തിലെത്തി. മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷന് രൂപം നൽകിയെങ്കിലും പ്രശ്നപരിഹാരമാവും വരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് മുനമ്പത്ത് അഭിവാദ്യമർപ്പിക്കാൻ എത്തുന്നത്. മുനമ്പം സമരം 50-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 50-ാം ദിവസവും ഇവിടേക്ക് നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ട് അവരുടെ പിന്തുണയെല്ലാം തന്നെ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയെ തുടർന്നും ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിനാലും പ്രത്യക്ഷ സമരത്തിന് അയവ് വന്നിട്ടുണ്ടെങ്കിലും നിരാഹാര സമരം 50 ദിവസവും കടന്ന് മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി സംഘടനകളും വ്യക്തികളും ഐക്യദാർഢ്യവുമായി മുനമ്പത്ത് സമരപന്തലിൽ എത്തിയിരുന്നു. കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളെ സ്വാഗതം ചെയ്ത സമരസമിതി പ്രദേശവാസികളുടെ ആശങ്ക ജുഡീഷ്യൽ കമ്മീഷൻ മനസ്സിലാക്കുമെന്ന പ്രതീക്ഷയിലാണ്. കമ്മീഷൻ നിയമിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പ്രശ്ന പരിഹാരത്തിന് ആദ്യത്തെ സ്റ്റെപ്പായിട്ടാണ് ഞങ്ങളത് കാണുന്നത്. ഇനി മുമ്പോട്ട് പോകുന്ന ദിനങ്ങളിൽ കമ്മീഷൻ ഉടനെ തന്നെ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് 3 മാസത്തിന്റെ ഉള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും വഖഫ് ഭേദഗതി നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇന്ന് വൈകിട്ട് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മുനമ്പത്ത് ഒരു പാവപ്പെട്ടവനെ പോലും കുടിയൊഴിപ്പിക്കണമെന്ന നിലപാടില്ലെന്ന് സമസ്ത കേരള സുന്നി യുവജന സംഘം ജനറൽ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്വരി. ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധന പൂർത്തിയാകുമ്പോൾ നിജസ്ഥിതി പുറത്തുവരും. വഖഫ് ഭൂമി പണം വാങ്ങി കൈമാറ്റം ചെയ്യാനാകില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. പാവപ്പെട്ട ആളുകളെ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത്. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ആരുടെയും അവകാശങ്ങൾ ഹനിച്ചുകൊണ്ടാകരുത്. ട്രാക്കോ കേബിൾ ജീവനക്കാരൻ പി ഉണ്ണിയുടെ ആത്മഹത്യയിൽ ഉത്തരവാദിത്തം തനിക്കും കമ്പനിക്കുമെന്ന് ചെയർമാൻ വഴുതാനത്ത് ബാലചന്ദ്രൻ. ഉണ്ണിയുടെ ആത്മഹത്യയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങളും കാരണമായതായി ചെയർമാൻ പറഞ്ഞു. ഉണ്ണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. 11 മാസമായി ശമ്പളം മുടങ്ങിയ കമ്പനിയിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ജീവനക്കാർ. ഉണ്ണിയുടെ മരണത്തിൽ ട്രാക്കോ കേബിൾ ജീവനക്കാർക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. തൊഴിലാളികളുടെ വികാരം ഉൾക്കൊണ്ടാണ് ചെയർമാൻ വഴുതാനത്ത് ബാലചന്ദ്രൻ സംസാരിച്ചതും. ഉണ്ണി മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നുവെന്നും സാമ്പത്തിക പ്രശ്നങ്ങളും ഇതിന് കാരണമാകാമെന്നും ചെയർമാൻ പറഞ്ഞു. ട്രാക്കോ കേബിളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ടുള്ള കരാർ നടപ്പാക്കാനാണ് ശ്രമം. സംഘർഷം അനുഭവിച്ചിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല. ഇതുകൊണ്ട് മാത്രമല്ല എങ്കിലും അത് അദ്ദേഹത്തിന് അഭാവമുണ്ട്, സാമ്പത്തിക ബാധ്യതയുണ്ട്. കമ്പനിയോട് പറഞ്ഞ് ഞാൻ പറയത്തില്ല. മാനേജ്മെന്റിന്റെ അനാസ്ഥയാണ് ഉണ്ണിയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന നിലപാടിൽ തന്നെയാണ് ജീവനക്കാർ. ആദ്യം ഒരു 50% തന്നു, പിന്നെ 25% ആയി, പിന്നെ 10,000 ആയി, അങ്ങനെ ഞങ്ങൾ 2.5 കൊല്ലമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരുടെയും ജോലിക്ക് വരാൻ പോലുള്ള ബസ് കൂലി പോലും ഇല്ലാത്ത ആൾക്കാർ വീട്ടിലിരിക്കുക. കുറച്ച് പേരൊക്കെ വന്നു പോകണമെന്ന് മാത്രം, അല്ലാത്ത പ്രതിസന്ധിയാണ് കമ്പനി. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വീട്ടിലേക്ക് എത്തിച്ച ഉണ്ണിയുടെ മൃതദേഹത്തിൽ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമടക്കം നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു. ചടങ്ങുകൾക്ക് ശേഷം കാക്കനാട് അത്താണിയിലുള്ള പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. ന്യൂസ് 18 കൊച്ചി. കൃഷി ചെയ്യാൻ സ്ഥലമില്ലെന്ന് പറയുന്നവർക്ക് ഒരു മാതൃകയാണ് എറണാകുളം വൈറ്റില സ്വദേശി സരസ്വതി അമ്മ. 3.5 സെന്റിലെ വീടിൻ്റെ ടെറസിൽ 74-കാരിയായ ഈ അമ്മ ഒരുക്കിയിരിക്കുന്നത് കാർഷിക വിളകളുടെ വൈവിധ്യമാണ്.
ചെറിയ ടെറസിൽ 3 മാവുകളാണുള്ളത്. 3 നാരകം, 1 മുരിങ്ങ, എല്ലാം നിറയെ വിളവ് തരുന്നവ. അടത്താപ്പ്, പെരിഞ്ചീരകം, ചീരച്ചേമ്പ് തുടങ്ങി കേട്ടിട്ടുള്ളതും അല്ലാത്തതുമായ 100ഓളം സസ്യങ്ങൾ. നാരങ്ങയും മാങ്ങയും കോവയ്ക്കയും എല്ലാം വിപണിയിൽ എത്തിക്കുന്നുമുണ്ട്. നമ്മളിവിടെ വീട് വെച്ചത് 86, താമസം തുടങ്ങിയത് 86. അപ്പം തുടങ്ങി നമ്മൾ കൃഷിയുണ്ട്. ഇപ്പോൾ 40 കൊല്ലത്തോളമായി, 38 കൊല്ലമായി. 1986 സരസ്വതി അമ്മയും വാട്ടർ അതോറിറ്റി ജീവനക്കാരനായിരുന്ന ഭർത്താവ് പരമേശ്വരനും ഈ വീട് വയ്ക്കുന്നത്. കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് വീട് പണിയുമ്പോൾ തന്നെ ടെറസിൽ മണ്ണ് നിറച്ച് കൃഷിക്കുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. വീട് വയ്ക്കുമ്പോൾ ഈ 3 സെൻറ്റിൽ എന്ത് കൃഷി ചെയ്യുമെന്ന് ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ പുള്ളി വാട്ടർ അതോറിറ്റിയിലായിരുന്നു ജോലി. അപ്പം എന്നോട് പറഞ്ഞ് വീട് വയ്ക്കുമ്പോൾ നമുക്ക് മുകളിൽ മണ്ണിട്ടിട്ട് കൃഷി ചെയ്താലോ എന്ന് പറഞ്ഞു. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ലേ വരുള്ളൂ, വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ചു. 6 വർഷം മുൻപ് ഭർത്താവ് മരിച്ചപ്പോൾ കൃഷിയുടെ മേൽനോട്ടം സരസ്വതിയമ്മയ്ക്കായി. ഇത്തിരി കുറവുണ്ട്, അച്ഛനില്ലാത്തതുകൊണ്ട് ഇത്തിരി കുറവുണ്ട്, അത്രേ ഉള്ളൂ. അതിന് മുമ്പ് ഇതിന് ഒരുപാടുണ്ടായിരുന്നു. അച്ഛൻ പോയിട്ട് 6 വർഷമായി. 6 വർഷം ആവണം അടുത്ത മാസം വരുമ്പോഴേ. അതിനുശേഷം പിന്നെ ഞാൻ തന്നെയാണ്. കുറച്ചാൾ എനിക്ക് വയ്യാതെ കിടന്ന്, അപ്പം മോൻ നോക്കി. അപ്പം മോൻ സഹായിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. കൂടുതലും ഞാൻ തന്നെ ചെയ്യണത്. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി. വീട്ടിലൊരുക്കിയിരിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റിലെ സ്ലറിയും കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. സ്വർണ്ണ വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7140, പവന് 57,120. 18 ക്യാരറ്റ് ഗ്രാമിന് 5910, 47,280. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോഗ്രാമിന് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പൂർണ്ണമാവുന്നു. നമസ്കാരം. കരുനാഗപ്പള്ളി